നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റഡ് ചികിത്സയാണ്. എന്തിനെന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡിസീസിന് വേണ്ടിയിട്ടാണ്. പലരും പുറത്ത് പറയാൻ മടിക്കുന്ന അസുഖങ്ങളാണ് യഥാർത്ഥത്തിൽ. അത് ഡിസ്ഫങ്ഷൻ വളരെ ആൾക്കാർ വളരെ അതിന് നമ്മുടെ ദേഹത്തെ ഒരു അസുഖം പോലെ അത് ഒരു പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലെങ്കിലും ഒരു ആൾക്കാർക്ക് നാണം കൊണ്ടോ അങ്ങനെയൊക്കെ പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഈ സെക്ഷൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ സെക്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നല്ല ഫലപ്രദമായ ചികിത്സ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ആണ്. അതായത് ഹോമിയോ മരുന്നുകളും പിന്നെ അലോപ്പതി മരുന്നുകളും, അതായത് ഇംഗ്ലീഷ് മെഡിസിനും കൂടെ മിക്സ് ചെയ്ത് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാം. അപ്പം കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. രാത്രി നൈറ്റ്ലി എമിഷൻസ് എന്ന് പറയും. രാത്രി കാലത്ത് നമ്മുടെ ഉറക്കത്തിൽ സ്കലനം ഉണ്ടാവുക, അതായത് നമ്മുടെ നൈറ്റ്ലി എമിഷൻസ് എന്ന് പറയും. അതിന് നമ്മൾ ഇത് നൈറ്റ്ലി ഇജാക്കുലേഷൻ എന്നൊക്കെ പറയാം. ഉറക്കത്തിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടിട്ട് തന്നെത്താനായിട്ട് ഇത് ശുക്ലം കെട്ടി വെച്ചിരിക്കുന്നത് പുറത്ത് പോയി ഒരുമാതിരിയാവും. അപ്പോഴും അവിടെയൊക്കെ നീറും. അതൊരു വല്ലാത്തൊരു ഫീലിംഗാണ്. അപ്പോൾ അത് ഒരു കാര്യമാണ്. പിന്നെ അടുത്ത രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് ശുക്ലം പുറത്ത് പോവുക, അഥവാ സെമൻ പുറത്ത് പോവുക. അതാണ് പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പെട്ടെന്ന് ബന്ധപ്പെടുമ്പോൾ നമുക്ക് അകത്തോട്ടോ യോനിക്കകത്തോട്ടോ അല്ലെങ്കിൽ വജേനിക്കകത്തോട്ടോ കയറ്റുന്നതിന് മുമ്പ് തന്നെ അത് ശുക്ലം വെളിയിൽ പോവും. ഉടനെ തന്നെ സെമൻ വെളിയിൽ പോവും, ലിംഗവും താഴും. അതാണ് നമുക്ക് പ്രിമച്വർ ഇജാക്കുലേഷൻ. ഇതൊക്കെ പലരും അനുഭവിക്കുന്നതാണ്, അവർ പറയാറുമില്ല. അതുപോലെ വ്യാജ ഡോക്ടർമാർക്കൊക്കെ പലയിടത്തും പോയി ഇത് കുളമാക്കുന്ന കേസുകളുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിംഗം ഉദ്ധരിക്കുന്നേ ഇല്ല. അതാണ് ടോട്ടൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ലിംഗം ഉദാഹരണമേ ഇല്ല. ലിംഗം വളരെ ഫ്ലാസിഡായിട്ട് തൂങ്ങിക്കിടക്കും, വെറുതെ ഒന്നും ഒട്ടും ബന്ധപ്പെടാനോ ഒന്നും നോക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ 4 സാധനങ്ങളാണ് പ്രധാനമായിട്ട് സെക്ഷൽ ഡിസീസായിട്ട് ആണുങ്ങൾക്ക് വരുന്ന സാധനങ്ങൾ. ഇതാണ്. ഇത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഡൈവോഴ്സിന് വരെ പോകും, ഭയങ്കര കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നോക്ടേണൽ എമിഷൻസ് അഥവാ നൈറ്റ്ലി രാത്രിയിൽ തന്നെത്താൻ പോകുന്നതിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കുറച്ചിലെ ഒരു പ്രായത്തിൽ 12-13 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്ത് കളയാൻ അറിഞ്ഞുകൂടാത്തൊരു സ്ഥലങ്ങളുണ്ട്, ആൾക്കാരുണ്ട്. അതായത് ഇതിൻ്റെ നമ്മൾ ഈ പലരും മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ വളരെ, അഥവാ നമ്മളിങ്ങനെ പിടിച്ച് കളയുക എന്നുള്ളത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ദേഹത്തിന് കേടാണ്. അതിങ്ങനെ ശുക്ലം പുറത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ബോഡിക്ക് കേടാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന പല പിള്ളേരും ഉണ്ട്, പയ്യന്മാരും ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കെട്ടി നിൽക്കുമ്പം അതിനകത്തൊരു പരിധി, ഒരു ചെറിയൊരു പീസിലാണ് ഇത് ചെറിയൊരു സംഭവത്തിലാണ് കെട്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഈ ശുക്ലം പുറത്ത് ഉണ്ടായി വരുന്നത് 12 വയസ്സ് 13 വയസ്സാകുമ്പോൾ തുടങ്ങും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിതിങ്ങനെ അവിടെ കെട്ടി നിൽക്കാൻ അനുവദിച്ചാൽ അത് കെട്ടി നിൽക്കുമ്പോൾ ഡാമൊക്കെ തുറന്നു വിടുന്ന പോലെ തന്നെത്താനായിട്ട് രാത്രിയിൽ നമ്മൾ അറിയാതെ മൂത്രം ഒഴിക്കുന്ന പോലെ ഇതങ്ങ് പോകും. ഭയങ്കര നീറ്റിലും എരിച്ചിലും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അമോറ സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ സെക്ഷലായിട്ടുള്ള സ്വപ്നങ്ങൾ, സ്ത്രീകളെ പറ്റി, സ്ത്രീ വിഷയം പറ്റി, നഗ്നതയൊക്കെ കാണും. അപ്പോൾ അപ്പോഴാണിത് തന്നെത്താനായിട്ട് ഇങ്ങനെ തുറന്നു പോകുന്നത്. അതങ്ങനെ ഒട്ടും കൊള്ളൂല, ആ സ്പിന്നറിന് ഭയങ്കര കേടുണ്ടാക്കും. അപ്പോൾ ഇതിനൊരു ഏറ്റവും നല്ല പരിഹാരം എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായം ആകുമ്പോഴേ നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്ത് പിടിച്ച് കളയണം. ഇത് ശുക്ലം പിടിച്ച് കളയണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതല്ലെങ്കിൽ അത് പോകാതിരുന്നാൽ ബോഡിക്കുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ബ്ലഡിൽ കൂടുതലായിട്ട് കയറുമ്പോൾ അത് പുതിയ ടെസ്റ്റോസ്റ്ററോൺ വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ മീശ താടിയൊക്കെ വരുന്നതും എറക്ഷൻ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകും. അപ്പം ഇത് ചെയ്ത് കളയുന്നതാണ് ഇതിനൊരു പരിഹാര മാർഗം. അത് അപ്പോഴേ പിള്ളേർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് അല്ലെങ്കിൽ കൂട്ടുകാരെങ്കിലും, ഇത് കേൾക്കുന്ന കൂട്ടുകാരെങ്കിലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെ ചെയ്യണം, ചെയ്താലേ ഇത് കൊള്ളാവൂന്ന് പറയണം. അപ്പം അതാണ് ഇതിനൊരു പരിഹാര മാർഗം. വേറെ ഒരു സാധനവുമില്ല. ഇങ്ങനെ പിടിച്ച് കളഞ്ഞാൽ അതങ്ങ് തന്നെത്താൻ റെഡിയാവും, പിന്നെ പോവില്ല. അപ്പോൾ അങ്ങനെ പിടിച്ച് കളയുമ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, വെറും കൈ വെച്ച് പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം തൊലിയൊക്കെ ഭയങ്കര ലോലമായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അറ്റം അടഞ്ഞിരിക്കുമ്പോഴത്തേക്കും അത് പിടിച്ച് മുറിവും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇച്ചിരി എണ്ണമയമുള്ളതോ എന്തെങ്കിലും ക്രീം പോലുള്ള എണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും നല്ലെണ്ണയോ എല്ലാം നൈസായിട്ട് ഇട്ടിട്ട് പിടിച്ച് കളയാവും. അപ്പോൾ അങ്ങനെ പിടിച്ച് നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്ത് കളയുമ്പോഴത്തേക്കും ഇത് നല്ലതാണ്. പിന്നെ ഈ നൈറ്റ്ലി എമിഷൻ എന്ന് പറയുന്നത്, അഥവാ രാത്രി കിടക്കുന്ന സ്വപ്നത്തിൽ സ്കലിക്കുന്നത് മാറും, നല്ലതാണ്. അങ്ങനെ അതാണ് അതിനൊരു പരിഹാരം. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ
പെട്ടെന്ന് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധപ്പെടുമ്പോഴത്തേക്ക് തന്നെ അതിന് നമുക്ക് ഇതിൻ്റെ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ താഴ്ത്തു വരാം. ബന്ധപ്പെടാൻ തുടങ്ങുമ്പോഴേ തന്നെ ശുക്ലം പുറത്തു പോകും. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആകാംക്ഷ കൂടുന്നതാണ് ഒരു പ്രധാന പ്രശ്നം. ആകാംക്ഷയെ പാടില്ല. നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാതെ വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ബന്ധപ്പെടുന്നത് ഒരു പ്രത്യേക ആർട്ടാണ്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചാണ് നമുക്കതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, നല്ലപോലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാനുള്ളത് അതിനെപ്പറ്റി ശ്രദ്ധിക്കരുത് കൂടുതൽ. ഭയങ്കര ആകാംക്ഷ കൂടി എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അതങ്ങ് പോകും, ബന്ധപ്പെടാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അതുപോലെ ഒരു പ്രാവശ്യം അങ്ങനെ അല്ലെങ്കിൽ 2 പ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെടാൻ നോക്കുമ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡെസ്പറേറ്റ് ആവരുത്. ഇനി അടുത്ത പ്രാവശ്യം ഇതിങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കുഴപ്പമാണ്. അങ്ങനെ ആവാൻ പാടില്ല. കാരണം ആദ്യം നമുക്കത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും നമുക്കതിൻ്റെ ടെക്നിക്ക് പഠിക്കാത്തത് കൊണ്ടുമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം അത് പതുക്കെ ഈ ടെൻഷൻ കുറയ്ക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ സമയം കഴിഞ്ഞേ പോവുള്ളൂ. അപ്പോൾ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഇതുപോലെ ഹോമിയോ മെഡിസിനുണ്ട്, തുള്ളി മരുന്ന് കഴിക്കാനായിട്ടുണ്ട്. അതിൽ ടെൻഷൻ കുറഞ്ഞില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ അലോപ്പതി മെഡിസിൻ, അതായത് ഇംഗ്ലീഷ് മെഡിസിനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട്, അവർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും. ഹോമിയോയിൽ അത് കുറയ്ക്കുന്നെങ്കിൽ അതാണ് നല്ലത്. വളരെ സിമ്പിൾ മെഡിസിൻസാണ്. ഞാൻ ഹോമിയോ ഡോക്ടറാണ്. അപ്പം നമ്മൾ ഹോമിയോ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യും, അതിന് പ്രിസ്ക്രൈബ് ചെയ്യും. അതിൽ കുറഞ്ഞില്ലെങ്കിൽ മതി നമുക്ക് പിന്നെ അലോപ്പതിയിൽ ആ ടെൻഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ, ആങ്സൈറ്റി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി അത് വർക്കൗട്ടാവും. പിന്നെ അപ്പം ഇതൊരു ടൈപ്പ്. പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ബന്ധപ്പെടാനായിട്ട് വജൈനയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ സെമൻ പോവും, ഉടനടി പോവും. അങ്ങനെ നമുക്ക് ആക്കണ്ട, അതിന് മുമ്പേ പോവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ അതും ആങ്സൈറ്റിയാണ് ഒരു കാരണം, പ്രധാന കാരണം ആങ്സൈറ്റിയാണ്. പിന്നെ അതിൻ്റെ സ്പിൻഡറിൻ്റെ ബലക്കുറവാണ്. അതെല്ലാം ഈ ആങ്സൈറ്റി തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പിന്നെ റെയറായിട്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവും അങ്ങനെ കൊണ്ടുവരും. അതൊക്കെ റെയറാണ്, അങ്ങനെയൊന്നും സാധാരണ ഇത് വരാറില്ല. അപ്പോൾ ഇതിന് ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധപ്പെട്ട അകത്തോട്ട് ഇങ്ങനെ ഇത് കയറ്റിയതിന് ശേഷം കൈവച്ച് വരാറാവുന്ന തൊട്ട് മുമ്പ് ലിംഗത്തിൽ ഇറുക്കി അടിവശത്ത് നിന്ന് ഇങ്ങനെ ഇറുക്കി പിടിക്കുമ്പോൾ ലിംഗം പതുക്കെ താഴ്ന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ബന്ധപ്പെടാൻ നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സമയം കൂടുതൽ കിട്ടും. അതുപോലെ അകത്ത് നിന്നതിൻ്റെ പെട്ടെന്ന് പുറത്തൂരി ഇറുക്കി പിടിക്കുന്നത് നല്ലതാണ്. പലരും കെട്ടൊക്കെ കെട്ടും, പക്ഷേ കെട്ടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറുക്കി കഴിഞ്ഞാൽ ആ ലിംഗത്തിന് ഭയങ്കര ഡാമേജ് വരും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏറ്റവും നല്ല വരാറാവുമ്പോൾ ഇറുക്കി അങ്ങനെ പിടിച്ച് കുറച്ച് നേരം വെച്ചിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ പിന്നെയും ബന്ധപ്പെടാൻ പറ്റും. അങ്ങനെ അതൊരു എക്സസൈസാണ്, അത് ചെയ്യണം, അത് നല്ലതാണ്. പിന്നെ കോണ്ടം ഉപയോഗിച്ചാലും ഈ പെട്ടെന്ന് പോകുന്നത് കുറയും. കാരണം എന്ന് പറഞ്ഞാൽ കോണ്ടം ഉപയോഗിക്കുമ്പോൾ, അതായത് നിരോധ പോലത്തെ ഗർഭനിരോധന ഉറ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ സെൻസിറ്റീവ്നെസ്, അതായത് ഈ നമ്മുടെ ലിംഗത്തിൻ്റെ ആ പുറത്തുള്ള സെൻസിറ്റീവ്നെസ് കുറയും. അപ്പോൾ അത് തട്ടുന്നില്ലല്ലോ, അത് കോണ്ടം ഇട്ടിട്ടുണ്ടോ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ യോനിക്കകത്ത് തട്ടാതിരിക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ആ സുഖം എന്നുള്ള സാധനം കുറയുമ്പോൾ നാച്ചുറലി ഇത് പോകുന്നതും സമയം താമസിച്ച് തന്നെ പോവുള്ളൂ. അങ്ങനെയാണ് അത് നല്ലതാണ്. അപ്പോൾ കോണ്ടം ഉപയോഗിക്കുക. കോണ്ടത്തിൽ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, മറ്റേ നമ്മുടെ ഈ സെഡേഷൻ പോലത്തെ സാധനങ്ങൾ ചേർത്തത്. ആ സാധനങ്ങൾ ഉപയോഗിച്ചാലും ഈ പറഞ്ഞ മാതിരി കുറച്ചുകൂടെ കൂടുതൽ നീളം ഉണ്ടാകും. അപ്പോൾ നമ്മളിതേപോലെ ഇതിന് ട്രീറ്റ്മെൻറ്റായിട്ട് ഈ പ്രിമച്ചുർ ഇജാക്കുലേഷന് നമുക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് ഹോമിയോ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് അകത്ത് കഴിക്കാനുള്ളതാണ്, അതൊന്ന് കഴിച്ചു നോക്കണം. അപ്പം ചെറിയ ഇൻ്റർപ്രഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് ആ സെൻസിറ്റീവ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലേപനങ്ങളുണ്ട്. അത് അലോപ്പതിയിൽ നമ്മൾ ലിഗ്നോക്കെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഫോണിൽ കൂടെ ആണെങ്കിലും നമുക്ക് കൺസൾട്ട് ചെയ്യാം. നാണുള്ളവർക്കാണെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ഫോണിൽ കൂടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൾ കൊണ്ടിയിൽ എവിടെ വേണോ കൊറിയർ അയച്ചു തരും. അതുപോലത്തെ സാധനം പുരട്ടിയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സെൻസിറ്റീവ്നെസ് കുറയുന്നതുകൊണ്ട് കൂടുതൽ നേരം നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്ത. അപ്പോൾ ഈ എക്സസൈസ് ഇങ്ങനെ വരുമ്പോഴേ പുറത്തെടുത്ത് കളയുക, പിടിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ അത് താന്നിട്ട് പിന്നെയും ബന്ധപ്പെടുക. പിന്നെ അത് കഴിഞ്ഞാൽ അതുപോലെ കോണ്ടം അഥവാ ഗർഭനിരോധനം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അതിനകത്ത് ഈ സെഡേറ്റീവ്സ് ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ പുരട്ടുക. അത് നമ്മൾ അലോപ്പതി സാധനമാണ്, ഇംഗ്ലീഷ് മെഡിസിൻ. അത് നമ്മൾക്കിവിടെ വിളിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ വന്നാലോ തരും. അത് ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ സെൻസിറ്റീവ്നെസ് പിന്നെ അത് ഇടേണ്ടി വരില്ല. ഇതൊരു പ്രാക്ടീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നാക്കാണ്. അതിങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂർ വേണോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബന്ധപ്പെടാൻ പറ്റും. അതൊരു നിർത്തി ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പറ്റും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം.
നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും പൊങ്ങാതിരിക്കുക, ഒട്ടും പൊങ്ങാൻ കഴിയുക. അത് കുറച്ചുകൂടെ സീരിയസ് ഇഷ്യൂ ആണ്, ഒട്ടുമേ പൊങ്ങില്ല. അപ്പോൾ അതിനൊരു ബേസിക് കാര്യം ഈ ആങ്സൈറ്റിയാണ്. അപ്പോൾ ആങ്സൈറ്റിക്കകത്തുള്ള മെഡിസിൻസ് നല്ലതാണ് അതിന്. പിന്നെ അതിനെല്ലാം പുറമെ വേറെ എന്തെങ്കിലും ഡിസീസുകളുണ്ടോ എന്ന് നമുക്ക് നോക്കണം അതിനകത്ത്. അങ്ങനെ പ്രധാനമായിട്ടൊരു ഡിസീസാണ് ഡയബറ്റീസ്. ഡയബറ്റീസ് നിങ്ങൾക്ക് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഗ്ലൂക്കോസ് കെട്ടുന്ന പോലെ നമ്മുടെ ലിംഗത്തിലെ മസിൽസിൻ്റെ ഇടയിലും ഗ്ലൂക്കോസ് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻസ് കുറയും. അതോടുകൂടി ആർട്ടറിയുടെ സർക്കുലേഷനും എല്ലാം കുറയുന്നതോടുകൂടി നിങ്ങളുടെ ലിംഗോദ്ധാരണം നന്നായിട്ട് കുറയും. ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അട്രോഫിയും വരും, അതായത് ആ മസിലിന് കേടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് റിജുവനേറ്റ് ചെയ്യാൻ വലിയ കഷ്ടപ്പാടാണ് വരുന്നതിന്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓയിലുണ്ട്, അതിട്ടിങ്ങനെ നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ അതിനെല്ലാം പുറമെ അതിന് പുറമെ അകത്ത് കഴിക്കാനായിട്ട് നമുക്ക് അലോപ്പതിയുടെ മെഡിസിൻസ് അകത്ത് കഴിക്കാനുള്ള മരുന്നുകളുണ്ട്. ആ ഇംഗ്ലീഷ് മെഡിസിൻസ് ഉണ്ട്, അത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേറെ അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അത് പ്രിസ്ക്രൈബ് ചെയ്യും. അത് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലിംഗോദ്ധാരണം നടക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിച്ചുകൂടാ. കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വേറെ കുറച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളും. അപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ആശ്വാസം കിട്ടുന്നവരെ കഴിച്ചതിന് ശേഷം പിന്നെ ഈ ഇമ്പോർട്ടൻസിക്ക് നമുക്ക് നല്ല മെഡിസിൻസ് ഹോമിയോയിലുണ്ട്, ദീർഘകാല എഫക്റ്റ് കിട്ടുന്നതും എല്ലാം ഉണ്ട്. അതുപോലെ പിന്നെ ഇതിനൊരു കൗൺസിലിങ്ങോ അത്യാവശ്യമാണ്. അതായത് എന്തൊക്കെയാണ് ചെയ്യാവുള്ളത്, എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് ഹസ്ബൻഡിനും വൈഫിനും പറഞ്ഞു കൊടുക്കണം, എന്നാലേ ഇത് ശരിക്കൊരു പരിഹാരമാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പല ഫാക്ടേഴ്സും ഈ സെക്സ് നമ്മൾ അറപ്പിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, സ്മെല്ലുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് കൊള്ളൂല. അതുപോലെ തന്നെ നമ്മൾ സെക്സിനോടുകൂടി ഒരു താല്പര്യം എപ്പോഴും വേണം, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുകയുള്ളൂ. അതിനാണ് നമ്മൾ ഈ പോൺ പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നാച്ചുറലി അതിൻ്റെ ഈ ഹോർമോൺ സെക്രീഷൻ നാച്ചുറലി കൂടുന്നത് നമ്മൾ ബന്ധപ്പെടുകയോ മാസ്റ്റർബേറ്റ് ചെയ്ത് കിടക്കുമ്പോൾ പുതിയ ടെസ്റ്റോസ്റ്ററോൺ പുതിയതും വരും, അത് പിന്നെ ലിംഗത്തിന് നല്ല ബലം കൊടുക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഡയബറ്റിക്കിനാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഡയബറ്റിക്കിന് നമ്മൾ ഈ പറഞ്ഞ മാതിരി മരുന്ന് കഴിച്ച് കൺട്രോൾ വേണം. അതിന് നമുക്കുള്ള അലോപ്പതി മെഡിസിൻസോ ഹോമിയോ മെഡിസിനോ അതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ നല്ലതാണ്, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഇതിന് കിട്ടും. അപ്പോൾ ഇത് മസാജ് ചെയ്യുന്ന ഓയിലിന് നല്ല എഫക്റ്റാണ്, അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി അകത്ത് കഴിക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇറക്ഷൻ കിട്ടാനുള്ള ഇംഗ്ലീഷ് മെഡിസിൻസും ഉണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ കുറേ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതാണ്, ഇത് കൂടുതലായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈമോസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്കിന്ന് മാറാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. പലരും ഇതൊന്നും കൊണ്ട് കാണിക്കാറ് പോലുമില്ല. അങ്ങനെ സ്കിന്ന് മാറാതിരിക്കുന്ന അതെല്ലാം നോക്കി ക്ലിയറാക്കി വിടണം. കല്യാണത്തിനൊക്കെ മുമ്പ് തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിൻ്റെ എക്സസൈസുകൾ ചെയ്യുക, ഷുഗർ കുറയ്ക്കാനുള്ള എല്ലാ സംവിധാനവും ഷുഗർ കുറച്ച് കഴിക്കുക, പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക. അങ്ങനെ പ്രോട്ടീൻ കഴിക്കാതിരുന്നാലും ലിംഗം പിന്നെ ഉദ്ധരിക്കില്ല, കാരണം പ്രോട്ടീനാണ് അത്യാവശ്യ ഘടകമാണ്, ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുന്ന സാധനമാണ്. സിങ്കിൻ്റെ കോമ്പൗണ്ട്സൊക്കെ കൂടുതൽ കഴിച്ചാലും ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെ അതും ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ മരുന്നുകളൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം, ഇവിടെ നിന്ന് തരുകയും ചെയ്യും. അതും ഇതിന് വളരെ നല്ലതായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് നമുക്കൊരു എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് വേണം. ആ ഇൻട്രസ്റ്റ് നമുക്ക് ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ നമ്മൾ പോൺസ് കാണുകയോ അല്ലെങ്കിൽ ഈ നമ്മളെ നഗ്നത ചിത്രങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആലോചിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ഈ ഹോർമോൺ സെക്രീറ്റ് കൂടും. അത് നല്ലതാണ്, എറക്ഷൻസ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അപ്പം നമ്മുടെ ഏജ് വെച്ചിട്ടാണ് കേട്ടോ, ഏജ് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഓരോ ഏജ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എറക്ടേഷൻ ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ ഈ എറക്ഷൻസ് ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയത്, എറക്ടേഷൻ എമ്പക്കം വരുന്നതാണ് എറക്ഷൻ എന്നാണ്. എറക്ഷൻ ഉണ്ടാകുന്ന കുറേ ഏജുകളുണ്ട്. ഏജുകൾ എന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൊച്ചിലെയൊക്കെ ആണെങ്കിൽ ഡെയിലി ബന്ധപ്പെടാൻ പറ്റും, ഒന്നോ രണ്ടോ പ്രാവശ്യം വേണോ ബന്ധപ്പെടാം. അത്രയ്ക്കും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ വരും. അതായത് ഒരു 12-15 വയസ്സിനും ഒരു 25 വയസ്സിനും ഇടയ്ക്കൊക്കെ 30 വയസ്സ് വരെ കൂട്ടാം. അത് കഴിഞ്ഞാൽ ഒന്നരാടെ ഇടവിട്ട് ബന്ധപ്പെട്ടാൽ മതി. കാരണം പറഞ്ഞാൽ അത്രയ്ക്കുള്ള ഹോർമോൺ അങ്ങനെ വരുള്ളൂ. ഒരു 35-40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു 3 ദിവസം കൂടുമ്പോഴേ വരുള്ളൂ. പിന്നെ ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും 4-5 ദിവസം കഴിയുമ്പോഴേ ടെസ്റ്റോസ്റ്ററോൺ ഒരു പീക്ക് ലെവൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 3-4 ദിവസം കഴിയുമ്പോഴേ ബന്ധപ്പെടാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ആ ഇൻട്രസ്റ്റും തോന്നുള്ളൂ. 60 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ചുരുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ കോഴ്സ്. അപ്പം അങ്ങനെയുള്ളൊരു കോഴ്സിന് നമ്മളിപ്പോൾ പറയാണ് അപ്പോഴെല്ലാം വളരെ കൂടുതലായിട്ട് എറക്ഷൻ വരണം, ഡെയിലി ബന്ധപ്പെടാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മുടെ പാർട്ണറും അതിനനുസരിച്ച് വയസ്സ് കുറഞ്ഞു വരും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു എമർജൻസിക്ക് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നമുക്ക് തോന്നുന്നത് എറക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിന് പറ്റിയ അലോപ്പതി മെഡിസിൻസ് ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കണ്ടിന്യൂസ് ഉപയോഗിക്കരുത്, അത് പതുക്കെ നിർത്തിയിട്ട് നമ്മുടെ മെഡിസിനിലോട്ട് അത് മാറണം. പിന്നെ വയറ് കൂടിയാലും
വയറ് വളരെ കൂടുതലും ഇതുപോലെ ഇറക്ഷൻ കുറയും. അതൊരു കുഴപ്പമാണ്. കാരണം കൊഴുപ്പ് കൂടുതൽ അടിയുമ്പോൾ, വയറ് കൂടുതൽ അടിയുമ്പോൾ താഴോട്ട് പോകുന്ന ആർട്ടറിയിലെല്ലാം തടസ്സം ഉണ്ടാവും. അത് ഈ ടെസ്റ്റിക്കളിലും വരും, എല്ലാത്തിനും വരും. അപ്പോഴേ നമുക്ക് നാച്ചുറലി അതിൻ്റെ ആ ഇറക്ഷൻ പവർ കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും വയറ് കൂടാതെ നോക്കിക്കൊള്ളാം. വെയിറ്റ് കൂടുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഈ ഇറക്ഷൻ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഇതാക്കും. അപ്പോൾ വയറ് നല്ലപോലെ കൺട്രോൾ ചെയ്ത് കുറയ്ക്കണം. പിന്നെ ഇതുപോലെ ലിക്കറും ഇങ്ങനെയാണ്. ലിക്കർ ഇതുപോലെ കഴിച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൂടുതൽ കഴിച്ചു, അതായത് 1.5 അതിനൊക്കെ മേളിൽ കഴിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എഫക്റ്റിൽ കൂടുതൽ രസം തോന്നുമെങ്കിലും പിന്നെ വളരെയധികം പെട്ടെന്ന് നമ്മുടെ ഈ പൊട്ടൻസി കുറയും, അതായത് പൊങ്ങുന്നത് കുറയും, വളരെ വിപരീതമായിട്ട് സംഭവിക്കും. അപ്പോൾ ലിക്കർ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാനേ പാടില്ല. അത് ഇതേ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഈ നാട്ടുമരുന്നുകളിൽ നല്ല ഫുഡിനകത്ത് ശരിക്കും മുരിങ്ങയ്ക്കൊക്കെ നല്ല എഫക്റ്റാണെന്നാണ് പറയുന്നത്. അതിന് ഇനി അത് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ മുരിങ്ങയ്ക്ക് നമ്മൾ കറി വെച്ചോ സാധാരണ പോലെ കുറച്ച് ദിവസം കഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള എന്തോ ഒരു കണ്ടൻറ്റാണ് അത് നമ്മുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് കൂട്ടാനും ഇറക്ഷൻ കൂട്ടാനും സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലർക്കും അത് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതാണ് മുരിങ്ങയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത്, അതിൻ്റെ ഇറക്ഷൻ കൂട്ടാനൊക്കെ. അതിനകത്ത് എന്തോ അത് നമുക്കൊരു കൂടുതൽ അനലൈസ് ചെയ്തിട്ടിരിക്കുന്നു, അതിനകത്ത് ഏത് സാധനമാണ് ഇങ്ങനെ ഇറക്ഷൻ കൂട്ടുന്നതെന്ന്. അപ്പം അത് അങ്ങനെ നല്ല സൈഡ് ബൈ സൈഡ്. പിന്നെ ഇതുപോലെ ഇത് കൊണ്ട് ഒരുപാട് ഡെസ്പറേറ്റ് ആയി പോകാതിരിക്കാൻ നമുക്ക് എമർജൻസി ആയിട്ട് അത്യാവശ്യം ഈ അലോപ്പതി മെഡിസിൻ തൽക്കാലം ട്രൈ ചെയ്തിട്ട് ഒന്ന് ഇറക്ഷൻ കറക്റ്റായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഇത് വന്നു തുടങ്ങും. ഹോമിയോ മെഡിസിനിലോട്ട് ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്ത് വെയിറ്റ് കൺട്രോൾ ചെയ്യുക, ലിക്കർ കഴിയുന്നത് കുറയ്ക്കുക. പിന്നെ ടെൻഷൻ കഴിയുന്നത് കുറയ്ക്കണം. ആങ്സൈറ്റി കൂടുന്തോറും ഈ കുഴപ്പങ്ങളെല്ലാം വരും. അതിന് നമുക്ക് നോർമലി ഹോമിയോയിൽ കുറഞ്ഞില്ലെങ്കിൽ അലോപ്പതി മെഡിസിൻ കൂടെ തരാം. അതാണ്. പിന്നെ സർക്കുലേഷൻ കൂട്ടാൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മസാജ് ചെയ്യാനുള്ളൊരു ഓയിലും തരാം, അത് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കോണ്ടം ഉപയോഗിക്കുക. അതുപോലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മേളിലൊരു ഓയിൻമെൻ്റ് ഉണ്ട്, അത് പുരട്ടി കഴിഞ്ഞാൽ ദീർഘകാലം നമുക്ക് കൂടുതൽ സമയം ബന്ധപ്പെടാൻ പറ്റും. പിന്നെ ബാക്കി എല്ലാത്തിനും ഒരു കൗൺസിലിംഗ് തരാം. അപ്പം വീഡിയോ കോളിൽ വന്നാലും മതി. വീഡിയോ കോളൊക്കെ ഫ്രീ ആണ്. അപ്പം ഡയറക്റ്റ് കൺസൾട്ടേഷൻ ആണെങ്കിൽ 500 രൂപയാണ് കൺസൾട്ടേഷൻ ഫീസ്. പിന്നെ മരുന്നിൻ്റെ പൈസ എക്സ്ട്രാ ആവും. പിന്നെ വീഡിയോ കോൾ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം നോക്കി പറഞ്ഞു തരാം. എന്താ മരുന്നുകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് അയച്ചു തരും. നമ്മുടെ മെഡിസിൻസൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വെളിയിലോട്ട് നമ്മൾ എവിടെ പറഞ്ഞാലും അയച്ചു തരും. കേരളത്തിലാണെങ്കിൽ 1 ദിവസം കൊണ്ട് കിട്ടും, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും 3 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ ഇത് മൂടി വയ്ക്കാതെ നമുക്ക് വളരെ ബോഡിക്ക് നല്ലതായൊരു സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ആവശ്യമായ കാര്യമാണ്. ഹെൽത്തിന് വളരെ നല്ലതാണ്. നല്ല രീതിയിൽ ബന്ധപ്പെടുന്നത് പോലെ ഏറ്റവും രസം വേറെ ഒരു സാധനവും ഇല്ല. നമ്മളിങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ലിക്കർ കൂടുതൽ, അതിന് ഉറക്കം ഭയങ്കരമായിട്ട് കുറഞ്ഞാലും ഇതുപോലെ വരും. നമ്മൾ ഉറക്കം കൂടുതലായിട്ട് ഇൻഡൽ ചെയ്താലും പിന്നെ ഇതിൻ്റെ ഇറക്ഷൻ ഭയങ്കരമായിട്ട് കുറയും. അപ്പം നമ്മൾ നോർമലി ഒരു 6 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം. എല്ലാ ഡിസീസിനും അത് ആവശ്യമാണ്. ഉറക്കം ശരിക്കും കുറഞ്ഞാൽ പിന്നെയും പ്രോബ്ലമാണ്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങളെല്ലാം കൂടും. അപ്പോൾ ഉറക്കവും ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചോളൂ, വന്നോളൂ, അല്ലെങ്കിൽ വീഡിയോ കോളിൽ വന്നോളൂ. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം, കൗൺസിലിംഗ് പറഞ്ഞു തരാം, ഇതിൻ്റെ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തരാം. നല്ല രീതിയിൽ സെക്സ് ആസ്വദിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം കേട്ടോ. നമസ്കാരം.